Assalamualaikum, welcome to my channel. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതും ഉണ്ടാവാം അറിയാത്തതും ഉണ്ടാവാം എന്തായാലും എന്തെങ്കിലും ഒന്ന് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ കൂടി വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് 2 ആഴ്ച കഴിയുമ്പോഴേക്കും അത് ചീത്തയായി പോകും. അപ്പോൾ കുറച്ച് ഒരു മാസക്കാലമൊക്കെ നമുക്ക് കേടാവാതെ സൂക്ഷിക്കാനുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം ഫസ്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാതെ ഇതുപോലെ ഒരു കത്തിയോ അല്ലെങ്കിൽ സ്ക്യൂറോ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഹോൾട്ട് കൊടുക്കുക. ഇതുപോലെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഹോൾട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് എടുത്തു കഴിഞ്ഞിട്ട് അത് അതുപോലെ തന്നെ മടക്കി വെക്കുക. ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ആക്കി വെച്ചതാണ്, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ചെയ്തെന്ന് മാത്രം. എന്നിട്ട് നമുക്ക് ഫ്ലിം റാപ്പ് ഉണ്ടാവുമല്ലോ നമ്മളെ കയ്യിൽ, അത് വെച്ചിട്ട് നന്നായിട്ട് എയറൊന്നും കിടക്കാത്ത രീതിയിൽ റാപ്പ് ചെയ്ത് വെക്കാം. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാം. ഒരു മാസക്കാലം കേടുകൂടാതെ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഫ്രീസറിൽ വെച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷേ ഫ്രീസറിൽ വെച്ച് പിന്നെ നമ്മൾ എടുത്ത് വിപ്പ് ചെയ്യുമ്പോൾ അത് ആ ഒരു ആദ്യത്തെ ഒരു പെർഫെക്ഷന് കിട്ടാറില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഫ്ലിം റാപ്പ് എത്ര എടുക്കാൻ ശ്രമിച്ചാലും ചിലപ്പോൾ നമുക്കത് കിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കുക. ഫ്രീസറിൽ വെച്ച് നമുക്ക് എടുത്തതിന് ശേഷം നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് എടുക്കാൻ പറ്റും. ഇത് കണ്ടോ, പെട്ടെന്ന് തന്നെ നമുക്കത് എടുക്കാൻ പറ്റും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ചെറുനാരങ്ങ നീരെടുക്കുമ്പോൾ ചില നാരങ്ങയ്ക്ക് തീരെ ജ്യൂസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള നാരങ്ങകളൊക്കെ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞ് നോക്കാം. അപ്പോൾ നന്നായിട്ട് നമുക്കതിൻ്റെ ജ്യൂസ് കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ കർത്തറയിലോ കൗണ്ടർ ടോപ്പിലൊക്കെ എണ്ണ പോയി കഴിഞ്ഞാൽ അത് ക്ലീൻ ആക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ഫ്ലോർ മൈദയോ അരിപ്പൊടിയോ ഏതായാലും മതി, ഇതുപോലെ ഇട്ടിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ എണ്ണ പോയ പാടൊന്നും അവിടെ അവശേഷിക്കില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തത് പറയുന്നത്, ഇതെൻ്റെ കിച്ചണിലെ സിങ്കിൻ്റെ സൈഡിലുള്ള കൗണ്ടർ ടോപ്പാണ്. ഇത് നമ്മൾ ചിലപ്പോൾ അസുഖമായിട്ടോ അല്ലെങ്കിൽ വല്ല ബിസിയായിട്ടോ ചിലപ്പോൾ നമുക്ക് എന്നും ഡീപ്പ് ക്ലീൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അതുപോലെ കറുത്ത പാടുകൾ വരും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബേക്കിംഗ് സോഡയും വിനാഗറും കൂട്ടിയിട്ട് ഒന്ന് ഇതുപോലെ ചെയ്തിട്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കും. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ അത് കഴുകി കളയും. അപ്പോൾ നന്നായിട്ട് തന്നെ അത് പോയി കിട്ടും. അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കാം. ഇത് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകുക. ഇതിപ്പോൾ ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല കേട്ടോ, നന്നായിട്ട് തന്നെ ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ ഈ കറുത്ത പാടൊക്കെ അതിലുള്ള ഡിസൈനാട്ടോ, അതൊന്നും പോവില്ല. ഇപ്പോൾ കണ്ട നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യത്തെ ഫോട്ടോ കണ്ടറിയാം എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ട് എന്നുള്ളത്. ഇനി നമ്മൾ മുട്ടയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ഇതിൻ്റെ മുട്ടയുടെ കൂർത്ത ഭാഗം അടിയിലേക്കാക്കി വെക്കുക. അപ്പോൾ ഒരുപാട് കാലം നമുക്ക് മുട്ട കേടുകൂടാതെ സൂക്ഷിക്കാം. ഇനി അടുത്ത് പറയുമ്പോൾ, ഏലക്കായൊക്കെ പൊടിച്ചതിൻ്റെ ബാക്കി തൊലികളോ അല്ലെങ്കിൽ ഇതുപോലെ 4 ഏലക്ക എടുത്തിട്ട് നമ്മൾ ചായപ്പൊടി ഇട്ട് വെക്കുന്ന ബോട്ടിലേക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു രുചിയും മണവും കിട്ടും. ഇനി അടുത്തത്, ഇത് കിച്ചണിലെ ടാപ്പാണ്, കുറച്ച് പഴയ ടാപ്പാണ്. നമ്മൾ 15 വർഷമായി ഈ ഒരു ഫ്ലാറ്റിൽ തന്നെയാണ് കഴിയുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പഴക്കങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കോൾഗേറ്റാണ് എടുക്കുന്നത്. അതിനായിട്ട് പുതിയ കോൾഗേറ്റൊന്നും വേണ്ട, നമ്മൾ ഉപയോഗിച്ച് കളയാൻ ഒക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ, ലാസ്റ്റ് ആകുമ്പോൾ പിന്നെ എല്ലാവർക്കും അത് എടുക്കാൻ മടിയാവും. അത് എടുത്ത് വെക്കുക, അങ്ങനെയുള്ള ട്യൂബൊക്കെ എടുത്ത് വെക്കുക. എന്നിട്ട് ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മൾ ടാപ്പ് ഇതുപോലെ ഇടയിലൊക്കെ ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുക. അപ്പോൾ നന്നായിട്ട് തന്നെ അതിൻ്റെ അഴുക്കൊക്കെ പോയിട്ടുണ്ടാവും, നല്ലൊരു തിളക്കം കിട്ടും ടാപ്പിന്. ഈ ഒരു കറുത്ത പാടുകളൊന്നും പോവില്ല കേട്ടോ, അത് അവിടെ ഉള്ളതാണ്, അത് പോയില്ല. അത് ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. അവസാനം ഞാൻ കുറേ സിമെൻ്റൊക്കെ വാരി തേച്ചതാണ്. ഇപ്പോൾ കണ്ടോ നമ്മളെ ടാപ്പ് നല്ല ക്ലൈസിങ് വന്നിട്ടില്ലേ.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തത് നമ്മൾ സ്വിച്ച് ബോർഡ് എങ്ങനെ ക്ലീൻ ചെയ്ത് നോക്കാം. അതിന് ഞാൻ കോൾഗേറ്റാട്ടോ എടുക്കുന്നത്. ഇപ്പോൾ കണ്ട് നല്ല അഴുക്കുണ്ട് ഈ ഒരു സ്വിച്ച് ബോർഡിൽ. അപ്പോൾ നമ്മൾ ഇത് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഞാൻ അല്ലാതെ നല്ല പവർ കൊടുത്തിട്ടൊന്നും ഉറക്കുന്നില്ല കേട്ടോ, വെറുതെ ഒന്ന് ആക്കി കൊടുക്കുന്നേ ഉള്ളൂ. നന്നായിട്ട് തന്നെ അത് പോയി കിട്ടുന്നുണ്ട്. അപ്പോൾ വല്ലാതെ വെള്ളമാക്കരുത് കേട്ടോ. ആ സ്ക്രബ്ബറിൽ ഒരു ചെറുതായിട്ടൊന്ന് നനയ്ക്കുക, എന്നിട്ട് കോൾഗേറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ അഴുക്ക് പോയി കിട്ടും. പിന്നെ ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ഷോക്ക് എടുക്കും, അത് ശ്രദ്ധിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്, അവിടെ വല്ലാതെ ഒന്നും നമ്മൾ ടച്ച് ചെയ്യാൻ പോകുന്നില്ല. ഉണ്ടോ, അതിൻ്റെ ഇടയിൽ കുറച്ചുണ്ട്, അത് നമ്മളവിടെ നിൽക്കട്ടെ, ഒരുപാടൊന്നും ക്ലീൻ ചെയ്യേണ്ട, അവിടെ നിന്നോട്ടെ. ഇപ്പോൾ കണ്ട് എത്ര ക്ലീൻ ആയിട്ടുണ്ടെന്ന് മനസ്സിലാവും ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ. ഇനി അതുപോലെ നമ്മൾ പിന്നെ ആണി അടിച്ച പാടുകളൊക്കെ ഉണ്ടാവും ചുമരുമ്പിൽ, അല്ലെങ്കിൽ ആണി പറിച്ചെടുത്ത പാടുകളോ അല്ലെങ്കിൽ ആണി അടിച്ചിട്ട് അത് കയറാത്ത പാടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ കോൾഗേറ്റ് വെച്ചിട്ടൊന്ന് അടച്ചു നോക്കാം. അപ്പോൾ അതിൻ്റെ പാടുകളൊന്നും അവിടെ കാണില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ടിപ്സുകളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.